നമസ്കാരം. എംപുരാൻ ലൂസിഫർ 2 അങ്ങനെ പടം കണ്ടിറങ്ങി. ഇപ്പോൾ നിലവിൽ വന്ന ഉടനെ എടുക്കുന്ന ഒരു റിവ്യൂ ആണ്. കാരണം അതിൻ്റെ ഒരു ഹാങ് ഓവർ ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ആ ഒരു ചൂടോടെ എടുക്കാമെന്ന് വിചാരിച്ചു. ഈ പടം അറിയാലോ, പൃഥ്വിരാജ് സുകുമാരൻ്റെ മൂന്നാമത്തെ ഡയറക്ഷനിൽ ഒരുങ്ങുന്ന ഒരു പടമാണ്. ഇതൊരു വലിയൊരു ക്യാൻ എന്ന് വെച്ചാൽ കേരളം, എല്ലാവരും ഇൻ്റർവ്യൂവിലൊക്കെ കേട്ടതുപോലെ തന്നെ കേരളത്തിൽ ഇങ്ങനെ ഒരു ബിഗ് ബഡ്ജറ്റ്, ഇങ്ങനെ ഒരു സ്കെയിലുള്ള ഒരു പാൻ ഇന്ത്യൻ പടമായിട്ട് ഇപ്പോൾ നിലവിൽ വേറെ ഏത് പടവും എടുത്തിട്ടില്ല. കാരണം കേരളത്തിൽ തനിമയോടെ പടം എടുത്ത് അതിനെ ഭാഷ മാറ്റിയിട്ട്, ലാംഗ്വേജ് മാറ്റിയിട്ട് പല സംസ്ഥാനങ്ങളിലും അത് റിലീസ് ചെയ്ത ചരിത്രമുണ്ട്. പക്ഷേ എല്ലാ സംസ്ഥാനങ്ങളിനോട് ചേർന്നിണക്കിയ ഒരു തരത്തിലുള്ള ഒരു പടമായി എടുത്തിരിക്കുകയാണെന്നൊക്കെയാണ് ഈ പറഞ്ഞ പോലെയുള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. കാരണം അവർ പ്രൊമോഷൻ വർക്ക് പറഞ്ഞു ഇതൊരു വലിയൊരു പടമാണ്, അല്ലെങ്കിൽ നല്ല ഹിറ്റാവും, അല്ലെങ്കിൽ അങ്ങനെയാണെന്നുണ്ട് അവരൊരു ഹൈപ്പ് തന്നിട്ടില്ല. ഹൈപ്പെല്ലാം ഉണ്ടായത് മൊത്തം ഈ പറഞ്ഞ പോലെ ട്രെയിലർ വന്നപ്പോഴും അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ എല്ലാം വന്നപ്പോഴും എല്ലാം ഡീകോഡ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഉണ്ടായ ഒരു തരത്തിലുള്ള ഒരു ഹൈപ്പാണ് ഈ പടത്തിന് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പടം നിങ്ങൾ കാണാൻ പോകുമ്പോൾ ഒരു ഹൈപ്പും ഒരു തരത്തിലുള്ള ഒരു എക്സ്പെക്റ്റേഷനും, അല്ലെങ്കിൽ അത് ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാണ്ട് വെറും പ്ലെയിൻ ആയിട്ടുള്ള ഒരു മനസ്സും കൊണ്ട് നിങ്ങൾ ഈ ഒരു പടം കാണാൻ പോവുക. പിന്നെ ഈ പറഞ്ഞ പോലെ ലൂസിഫറും ഈ പടവുമായിട്ട് ഒരു തരത്തിലും നിങ്ങൾ കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. അതങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. കാരണം അത് ഒരു വേൾഡ്, ഇത് വേറൊരു വേൾഡ്. അങ്ങനെയാണ് ഈ ഒരു പടത്തിന്റെ കഥ പോകുന്നത്. കാരണം അതെന്ന് പറയുന്നത് ലൂസിഫർ, സ്റ്റീഫൻ നെടുമ്പള്ളി, ആ സ്ഥലം കാര്യങ്ങളെല്ലാം പറഞ്ഞ് പിന്നെ എബ്രഹാം ഖുറേഷിന്റെ ആ ഒരു ചെറിയൊരു പോർഷനും കാണിച്ച് പടം അവസാനിപ്പിക്കുന്നു. പക്ഷേ ഈ ഒരു പടത്തിലോട്ട് വരുമ്പോൾ മോഹൻലാൽ സ്റ്റീഫൻ നെടുമ്പള്ളി അല്ലെങ്കിൽ എബ്രഹാം ഖുറേഷി, പിന്നെ നമ്മുടെ സയ്യിദ് മസൂദ്, പുള്ളിന്റെ ആ ഒരു ചുറ്റുപാടിന്, ആ പുള്ളിന്റെ ആ ഒരു അവിടുത്തെ അവരുടെ ആ ഒരു ലോകമുണ്ട്, അണ്ടർവേൾഡ് ലോകം. ആ ലോകത്തിനെ കുറിച്ചാണ് ഈ ഒരു കഥയിൽ ഒരു 95% പറയുന്നത് ആ ഒരു ലോകത്തിനെ കുറിച്ചാണ്. കാരണം പൃഥ്വിരാജിന്റെ ആ ഒരു ചെറുപ്പവും മോഹൻലാലിന്റെ ആ ഒരു അണ്ടർവേൾഡും, കാരണം പടം ലൂസിഫർ അവസാനിച്ചവിടുന്ന് ഇയാൾ ആരാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അണ്ടർവേൾഡ് ആരാണെന്നാണ്, കാരണം ചെറുപ്പമൊന്നും കാണിക്കുന്നില്ല. അണ്ടർവേൾഡിൽ ഇയാൾ ആരാണെന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കേരള രാഷ്ട്രീയവും കാര്യങ്ങളും എല്ലാം നിലവിൽ പറഞ്ഞു പോകുന്നുണ്ട്. മുരളി ഗോവിന്റെ സ്ക്രിപ്റ്റ് നമുക്ക് നന്നായിട്ട് അറിയാം. പുള്ളി വ്യക്തമായ രാഷ്ട്രീയം പറയുന്നതാണ്. അതേപോലെ തന്നെ വ്യക്തമായ പുള്ളിക്കാർ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. 3 പാർട്ടികൾക്കിട്ട് നല്ല കൂട്ടിയിട്ടുമുണ്ട് പലതരത്തിൽ. സുരാജിന്റെ വേഷം ഒരു പാർട്ടി പ്രവർത്തകരായിട്ടാണ് പുള്ളി അത് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, ഈ പടത്തിന് പോകുമ്പോൾ നിങ്ങൾ ഒരു തരത്തിലും നല്ല രീതിയിൽ വലുതെന്തോ എക്സ്പെക്റ്റ് ചെയ്ത് പോണ പോലെ പോകരുത്. പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശയാവും. അതാണ് ഏറ്റവും വലുത്. കാരണം ഈ ഒരു പടം സഞ്ചരിക്കുന്ന രാജ്യങ്ങൾ, സഞ്ചരിക്കുന്ന സ്ഥലങ്ങൾ, അവിടുത്തെ ഭാഷ, ഇതെല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ, നമുക്ക് ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്ലെയിൻ മനസ്സോടെ ഈ ഒരു പടം കാണാൻ പോകണം. കാരണം അങ്ങനെ ഒരു പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് വരെയുള്ളൊരു പോക്ക് പെട്ടാന്നാണ് കഥകൾ പറഞ്ഞു പോകുന്നത്. ഒരു സ്ഥലം കാണിക്കുന്നു, അവിടെ സ്ഥലം കാണിക്കുന്നു, ഇവിടുത്തെ ഇൻസിഡന്റ് കാണിക്കുന്നു. മൊത്തം ഈ പറഞ്ഞ പോലെ താഴത്തെ മലയാളത്തിലാണ് ഇത് കാണിക്കുന്നത്, ഇംഗ്ലീഷിൽ, ഹിന്ദി, അങ്ങനെയുള്ള പല ഭാഷകളിലും നിലവിൽ ഈ കഥ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അതിൻ്റെ താഴത്തെ സബ് ടൈറ്റിൽ പോലെ മലയാളം എഴുതി കാണിക്കുന്നുണ്ട്. ഒരു ഏകദേശം ഒരു 80%, 70% അങ്ങനെയാണ് ഈ പടം ഡിമാൻഡ് ചെയ്യണത്. അതാണ്. അതുകൊണ്ട് തന്നെ പല പോർഷനും പേഴ്സണലി അതെനിക്ക് വലിയ ഒരു കണക്റ്റായിട്ട് എനിക്ക് തോന്നില്ല. കാരണം ഇന്റർവ്യൂവിൽ വരെ, കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്ത് പോയത് കൊണ്ടാണോ എന്നുള്ളൊരു സംശയം നിലവിലുണ്ട്. ഒന്നും കൂടി കാണണം എന്നാലും. കാരണം ഈ ഒരു പടം നമ്മളെപ്പോഴും ലൂസിഫർ 2 പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം അങ്ങനെ വരുന്നതാണ്. പക്ഷേ ഇതൊരു വേറൊരു ലോകമാണ്. പൃഥ്വിരാജ് സുകുമാരൻ്റെ ഡയറക്ഷൻ ഹോളിവുഡ് ലെവലുള്ള ഒരു ഡയറക്ഷനാണ് പുള്ളി എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ സ്ക്രീൻ പ്ലേ എല്ലാം, മ്യൂസിക്, ദീപക് ദേവിൻ്റെ മ്യൂസിക്, ഇതെല്ലാം അടിപൊളിയാണെങ്കിൽ കൂടി മോഹൻലാലിനാകെ 35 മിനിറ്റ് എന്തോ പുള്ളിക്ക് ആ സ്ക്രീൻ ടൈം ഉള്ളൂ. അത്രേ ഉള്ളൂ. കാരണം ഡയലോഗ് ഡെലിവറി അങ്ങനെ വലിയൊരു മാസ് ഡയലോഗ് കാര്യങ്ങളൊന്നുമില്ല. സ്വാഗ്, ആശ നടന്ന് വരുമ്പോൾ ആ ഒരു സ്വാഗും ആ ഒരു മ്യൂസിക്കും ഉണ്ടെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഈ രോമൊക്കെ ഇടിച്ചു നിൽക്കണല്ലേ, അതേപോലെയാണ്. അതാണ് പറയുന്നത്. നമുക്ക് ചില സമയത്ത് ഇങ്ങനെ പൊങ്ങി വരും, പിന്നെ നേരെ താഴെ പോകും. പിന്നെ ഒന്ന് പൊങ്ങി വരും, പിന്നെ നേരെ താഴെ പോകും. ഈ ഒരു രീതിയിലാണ്. മേക്കിംഗ്, ഡയറക്ഷൻ എല്ലാം അടിപൊളിയാണ്. പക്ഷെ എന്തോ എവിടെയോ ചെറിയൊരു ഒരു പോരാ ഉള്ളിൻ്റെ ഉള്ളിൽ. കാരണം നമുക്ക് ചില പടങ്ങൾ കാണാൻ, അയ്യോ ഈ പടം തീർന്നു പോയല്ലോ എന്ന് നമുക്ക് തോന്നുന്നില്ലേ? ആ ഒരു ഫീൽ, അല്ലെങ്കിൽ നമ്മൾ
നമുക്ക് അതിനകത്തോട്ട് കണക്റ്റ് ആവുന്ന തരത്തിലുള്ള ഒരു ഫീൽ എലമെന്റ് അത് എനിക്ക് തോന്നില്ല. നമുക്കിങ്ങനെ 2.25 മണിക്കൂർ ഇങ്ങനെ കണ്ടിരിക്കുക, ആ ഒരു വിഷ്വൽ, ആ പൈസ മുടക്കിയ നമുക്ക് അറിയുന്നുണ്ട് അതിൽ. ഇത്രയും കോടികൾ മുടക്കിയ ഒരു പടം കൊടുത്ത്, മലയാളത്തിൽ പടം കൊടുത്തത്, അത് നമുക്കത് അറിയുന്നുണ്ട്. അതിൽ ഇന്റർവ്യൂവിൽ വരെ അങ്ങനെ പോയി ഒരു നീട്ടല് പിടിക്കല് എന്ന് വെച്ചാൽ ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങൾ ലാലേട്ടന്റെ ആ ഒരു പ്രസൻസ് ഉള്ളൂ. അതിങ്ങനെ പോയി ഇന്റർവ്യൂവിൽ അവസാനിച്ച് ഇന്റർവ്യൂവിന് ശേഷം മോനെ ഒരു സീനുണ്ട്, ആ ഒരു ട്രെയിലറിൽ കാണിക്കുന്ന പോലെ വാടാന്നൊക്കെ പറയില്ലേ, ആ ഒരു സീനുണ്ട് ഇന്റർവ്യൂവിന് ശേഷം. അവിടെ നിന്ന് അങ്ങോട്ട് പടം കുറച്ച് ദൂരം അങ്ങനെ കണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഹാഫിന് വെച്ച് നോക്കുമ്പോൾ എനിക്ക് സെക്കൻഡ് ഹാഫാണ് ഇഷ്ടപ്പെട്ടത്. ഫസ്റ്റ് ഹാഫ് എന്തൊക്കെയോ മറ്റേ വെളിയിലെ രാജ്യങ്ങളിലെ സംബന്ധിച്ച കാര്യങ്ങൾ, ഇതെല്ലാം യുദ്ധം, അത് ഇത് ഇതെല്ലാം UK അല്ലാണ്ട് അമേരിക്ക, അത് ഇതെല്ലാം കാണിച്ച് അവസാനം ഇന്റർവ്യൂവിൽ വരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇന്റർവ്യൂവിന് ശേഷം ഒരു പോക്ക് പോയതും അത് അടിപൊളിയായിരുന്നു. പിന്നെ പടത്തിൽ മഞ്ജു വാര്യർ പുള്ളിക്കാരി അടിപൊളിയായിട്ടുണ്ട് അവതരിപ്പിച്ചു. ടോവിനോ തോമസിന് ഇതിൽ ഒരു വിധത്തിൽ ഒരു മുഴുനീള കഥാപാത്രമാണ് ടോവിനോ തോമസിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ പറയാൻ കുറേ പേരുണ്ട് ഇതിൽ. നമ്മുടെ ആ ഇന്റർവ്യൂ പേരൊന്നും അറിയില്ല, ട്രെയിലറിലൊക്കെ വന്ന ഒരു വില്ലൻ ഉണ്ടല്ലോ, പുള്ളിൻ്റെ ഒരു ഇത് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന 3 പാർട്ടികളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു കഥ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇപ്പുറത്ത് പുള്ളിൻ്റെ ഒരു ലോകം കാണിക്കുന്നുണ്ട്, രക്ഷിക്കാൻ വരുന്ന ഒരാളും. അത് തന്നെയാണ് ഈ ഒരു പടത്തിലും. മ്യൂസിക് അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് പോരാ ഒരു പാട്ടുണ്ട് ഇടയിൽ. ആ ഒരു പാട്ടിൻ്റെ അവിടെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല, പാട്ടിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അവിടെ. പക്ഷേ ലാലേട്ടൻ്റെ ആ ഒരു സ്വാഗം, ആ ഒരു ഗെറ്റപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേറെ എന്താ പറയുക, വെറുതെ നടന്നാൽ മതി. ഒരു സ്ലോ മോഷൻ ഇട്ടു, നടന്നിട്ട് ഒരു സ്ലോ മോഷൻ ഇട്ടു, അതാ തോളി ചെരുവൊക്കെ ആയിട്ട്, അത് വേറെ രീതി, വേറെ ലെവലാണ് പുള്ളിൻ്റെ. എന്താ പറയുക, നമുക്ക് ഈ പടം ഇങ്ങനെ പോവും, ഇങ്ങനെ മുകളിലോട്ട് പോവും, പിന്നെ പെട്ടെന്ന് ഒന്ന് ഡൗൺ ആവും, പിന്നെ ഒന്ന് മേലേക്ക് പോവും, പിന്നെ ഡൗൺ, അങ്ങനെ ഒരു ഏറ്റക്കുറച്ചിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പടത്തിൽ. മലയാളം പ്രശ്നം. കാരണം ബാക്കിയുള്ള എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഇതാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും അതെങ്ങനെയാണെന്ന് ചിലപ്പോൾ നമ്മുടെ അപ്പുറത്തെ സീറ്റിലിരുന്ന ഒരാൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും, അടിപൊളി എന്നുള്ളതൊക്കെ ഉണ്ട്. കാരണം നമുക്ക് ഈ വെറും സ്ലോ മോഷൻ അല്ലെങ്കിൽ വെറും ഈ നടത്തം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു മാസ് നോട്ടം, ഇത് മാത്രം കൊണ്ടായില്ലല്ലോ, അത് മാത്രം കൊണ്ടായില്ല. അപ്പോൾ അതാണ് നമുക്കത് എന്തോ ചെറിയൊരു എലമെന്റ് എവിടെ ഒരു മിസ്സായ പോലെ. അത് മിസ്സായത് എന്താണെന്ന് ഞാനിങ്ങനെ ആലോചിക്കണം. പക്ഷെ നമുക്കൊരു ചില ഭാഗങ്ങൾ നമുക്ക് പേഴ്സണലി നമുക്ക് കണക്റ്റ് ആയിട്ടുള്ള ഒരു പടത്തിൻ്റെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സ്പോയിലറൊക്കെ, അതുകൊണ്ട് ഞാൻ പടത്തിൻ്റെ മൊത്തത്തിൽ ചെയ്യാൻ നിൽക്കുന്നില്ല. എന്തായാലും പടം അവസാനിക്കുന്ന സമയത്ത് ലൂസിഫർ 3 ഒരു ഹിന്റ് കൊടുത്തിട്ടാണ് പോകുന്നത്. കാരണം ക്ലൈമാക്സിലെ ഡയറക്ടർ ബൈ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് എഴുതിക്കാണ് ശേഷം എല്ലാവരും എണിച്ചു പോകരുത്, അതിന് ശേഷം ഒരു സീനുണ്ട്, ഇവനെക്കുറിച്ചൊന്ന് അന്വേഷിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വില്ലൻ പറയുന്ന സമയത്ത് ആ ഒരു സീന് നിലവിലുണ്ട്. അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ലെവലിൽ കൊണ്ട് നിർത്തിയതാണ് പടം അവസാനിപ്പിച്ചത്. L3ക്കുള്ളൊരു ചെറിയൊരു സ്റ്റെപ്പായിട്ടാണ് അതിൽ വെച്ചിരിക്കുന്നത്. അതിൽ ബൈജു അടിപൊളിയായിട്ട് ചെറിയ തരത്തിലുള്ള ഒരു കോമഡി കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബൈജു അങ്ങനെ കയ്യേടി നേടി. അതിൽ സുരാജിനും പ്രത്യേകിച്ച് ഒരു ചെയ്യാനില്ല അതിൽ. പൃഥ്വിരാജിന്റെ ഒരു സ്റ്റോറി, പുള്ളിക്കാരെങ്ങനെ ഇവന്റെ കൂടെ വന്ന് എങ്ങനെയാണെന്നുള്ള അതും ഈ ഒരു സ്റ്റോറി ലൈനിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ആദ്യം ഒരു 10 മിനിറ്റ് നമുക്കൊരു ഹിന്ദി പടം കണ്ട പോലെയാണ്, അതിനുശേഷം ഒരു 45 മിനിറ്റ് നമുക്കൊരു ഇംഗ്ലീഷ് പടം കണ്ട പോലെ, ഇടയിൽ നമുക്കൊരു മലയാളം പടം കണ്ട പോലെ, അങ്ങനെ മൊത്തത്തിലൊരു മിക്സ് ആയിട്ടാണ് ഈ ഒരു പടം നിലവിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എത്ര പേർക്ക് ഈ ഒരു പടം കണക്റ്റ് ആവും? കാരണം ഫാമിലി ഓഡിയൻസിന് ഈ ഒരു പടം കണക്റ്റ് ആവുമെന്ന് ചോദിച്ചാൽ എൻ്റെ വീട്ടിൽ സംബന്ധിച്ച് നമ്മൾ ഈ വീട്ടുകാരി കൊണ്ട് ഈ പടത്തിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാകുന്നില്ല. കാരണം സബ്ടൈറ്റിൽ ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കണം അവർക്ക്, എന്താ അവിടെ നടക്കണമെന്നുള്ള കാര്യത്തിൽ വിഷ്വൽ അതുക്കും കണ്ണു പോകുന്നുള്ള കാര്യം അറിയില്ല. അതുകൊണ്ട് തന്നെ 2.25 മണിക്കൂർ നേരം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൽ നല്ലൊരു വിഷ്വൽ ഉണ്ട്, നല്ല ഡയറക്ഷനാണ്, മ്യൂസിക് എല്ലാം അടിപൊളിയാണ്. പക്ഷെ എവിടെയോ ഒരു ഏറ്റക്കുറച്ചിൽ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ചിലപ്പോൾ ചിലർക്ക് നല്ല രീതിയിൽ തോന്നും, ചിലർക്ക് മോശം രീതിയിൽ തോന്നും. ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ്. അതുകൊണ്ട് ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണും. ആ ഒരു എഫക്റ്റും വിഷ്വലും എല്ലാം നമുക്ക് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ്. ആ ഒരു രീതിയെല്ലാം അതെല്ലാം മേക്കിംഗ് എല്ലാം പക്ക പ്ലാനഡാണ് പൃഥ്വിരാജിൻ്റെ ഒരു ഇത്. എന്തായാലും മാക്സിമം നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാം, എന്നാൽ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. കാരണം നമുക്ക് മലയാളികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പടം എടുത്ത് വെച്ചിരിക്കും, നമുക്കത് കാണാണ്ടിരിക്കേണ്ട OTT വന്നിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളത് എല്ലാവരും ഈ തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളൂ. കാരണം
ഡയറക്ഷൻ ബ്രില്യൻസ് ആണ്. പിന്നെ നമ്മുടെ ലാലേട്ടനും കൂടി ആകുമ്പോൾ വേറെ രീതിയിലാണ്. എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്തോ ചെറിയൊരു എലമെൻറ്റ് എനിക്ക് മിസ്സായി എന്നുള്ളത്. ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ പടം 2.25 മണിക്കൂർ നേരം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്.